ഒരു രൂപ പോലും മുടക്കാതെ ഇംഗ്ലീഷ് പഠിക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒന്നും നോക്കണ്ട, എൻ്റെ കൂടെ കൂടിക്കോളൂ. ഇന്ന് നമ്മൾ ആദ്യമായി ഒരു ലെസൺ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ലെസൺ 1-ൽ നിന്നുമാണ്. അത് കഴിഞ്ഞ് ഓരോ എപ്പിസോഡിലും നമ്മൾ ലെസൺ 2, ലെസൺ 3, ലെസൺ 4 ഇവ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലെസൺ 1 നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണം. തുടർന്നും ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്, ആം, ആർ എന്ന 3 വാക്കുകളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ ടഫൊന്നും അല്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ആവശ്യമുള്ള നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഈസ്, ആം, ആർ ഈ 3 വാക്കുകളും ആണ് എന്ന് സംബോധന ചെയ്യാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. ഈസ്, ആം, ആർ ഇവ 3ഉം ആണ് എന്ന് സംബോധന ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്സാമ്പിൾസ് നോക്കിക്കേ. ഞാനൊരു ടീച്ചറാണ്, അവനെൻ്റെ സുഹൃത്താണ്, നീ നല്ല ഒരു വ്യക്തിയാണ്. ഇതെല്ലാം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഈസ്, ആം, ആർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? അപ്പോൾ അത് നമുക്ക് വ്യക്തമായൊന്ന് പഠിക്കാം. ആദ്യം ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. അതായത് അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈസ് ഉപയോഗിക്കുന്നത്. ഇപ്പം അവനാണ്, അവനെന്ന് വെച്ചാൽ ഒരാളല്ലേ, ഹി ഈസ്, മനസ്സിലായോ? അപ്പം ഒരാൾ എന്നുള്ളിടത്താണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നു അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ പറയുന്നു, അപ്പോഴാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളോ പറയുമ്പോഴാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. പ്രധാന ഒരു കാര്യമുണ്ട്, ഐയുടെ കൂടെ എപ്പോഴും ആം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒരു ഉദാഹരണം നോക്കിക്കാൻ. ഐ ആം എ ടീച്ചർ, ഞാനല്ലേ, ഐ ഞാൻ ഒരു ടീച്ചറാണ്. അപ്പം ഐ കഴിഞ്ഞിട്ട് ആം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, അതായത് അവർ, ഇവർ, എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ പേരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആർ. ഇപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ദേ ആർ, അവർ എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ദേ കഴിഞ്ഞിട്ട് ആർ ചേർക്കണം. അതായത് ഒന്നിൽ കൂടുതൽ പേരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ദേ ആർ. ഇതെല്ലാം ഒരു നോട്ടിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കണേ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ, ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈസ് ചേർക്കും. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോൾ അതിനെ നമ്മൾ ആർ ചേർക്കും. ആർ. ഞാൻ എന്ന വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. ഞാൻ എന്നാൽ ഐ കഴിഞ്ഞിട്ട് ആം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ കഴിഞ്ഞാൽ ആം. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആർ ചേർക്കും. യുവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആറേ ചേർക്കാറുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പക്ഷേ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് ഇത്ര ഈസി ആയിരുന്നോ എന്നേ. ഞാൻ ഒരു ടീച്ചറാണ്. അപ്പം ഞാനെന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കണമെന്ന് നേരത്തെ പറഞ്ഞേ, ആം. അപ്പം ഞാനെന്നുള്ളതിന് ഇംഗ്ലീഷ് ഐയുടെ കൂടെ ആം. ഒരു ടീച്ചറാണ്, ഒരു എന്നുള്ളതിന് എന്ന് ചേർക്കാം. ടീച്ചർ, ഐ ആം എ ടീച്ചർ. ആണ് എന്നുള്ളതിനാണ് നമ്മളിവിടെ ആം എന്ന് ചേർത്തിരിക്കുന്നത്. അപ്പം ഐ ആം എ ടീച്ചർ. ശ്രദ്ധിക്കുക, ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ആം മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ എൻ്റെ സുഹൃത്താണ്. അവൻ എന്നുള്ളതിന് നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്, ഹീ. അപ്പം അത് ഒരാളാണ്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, ഈസ്. ഹീ ഈസ് മൈ ഫ്രണ്ട്. ഹീ ഈസ് മൈ ഫ്രണ്ട്. മനസ്സിലായോ? നീ ഒരു നല്ല വ്യക്തിയാണ്. നീ എന്ന് വെച്ചാൽ യു. ഒരാളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട്.
യുവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്തേ ചേർക്കാറുള്ളൂ എന്നാണ് പഠിച്ചേ? ആർ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ യു കഴിഞ്ഞാൽ ആർ. ഒരു എന്നുള്ളതിന് എ. നല്ലത് എന്നുള്ളത് ഗുഡ്. വ്യക്തി പേഴ്സൺ. യു ആർ എ ഗുഡ് പേഴ്സൺ. യു കഴിഞ്ഞാൽ ആർ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ടാണ് യു ആർ എ ഗുഡ് പേഴ്സൺ. അവർ ഇന്ത്യയിൽ നിന്നാണ്. അവർ ഇന്ത്യയിൽ നിന്നുമാണ്. അവർ എന്ന് വയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരില്ലേ, അപ്പോൾ അവരെ ദേ എന്ന് പറയും. അവർ എന്നുള്ളതിന് ദേ. ഇനി ആണ് എന്നുള്ളതിന് ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ ആണ് എന്നുള്ളതിന് നമ്മൾ അവിടെ എന്താ ചേർക്കുന്നത്? ദേ ആർ. ഒന്നിൽ കൂടുതൽ പേരുണ്ട് അവിടെ. അപ്പോൾ ദേ ആർ നിന്നാണ് എന്നുള്ളതിന് നിന്നാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കൊല്ലത്ത് നിന്നുമാണ്. അപ്പം ഐ ആം ഫ്രം കൊല്ലം. ഐ ആം ഫ്രം കൊല്ലം. ഏത് സ്ഥലത്തും നിന്നുമാണ് എന്നുള്ളത് പറയാനാണ് നമ്മൾ ഫ്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? അവർ ഇന്ത്യയിൽ നിന്നാണ്. ദേ ആർ ഫ്രം ഇന്ത്യ. ദേ ആർ ഫ്രം ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ച് പറയാം. ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈസ് ചേർക്കും. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മൾ ആം ചേർക്കും. ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ ആർ ചേർക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐയുടെ കൂടെ ആം മാത്രമേ ചേർക്കൂ, യുവിൻ്റെ കൂടെ ആർ മാത്രമേ ചേർക്കൂ. നമ്മൾ ഒരിക്കലും യു ഈസ്, യു ആം എന്ന് സംസാരിക്കില്ല. അതുപോലെ തന്നെ ഐയുടെ കൂടെ ഐ ഈസ്, ഐ ആർ എന്നൊന്നും ചേർത്ത് സംസാരിക്കില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലെസൺ 2മായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.